അധികാരം മാറിയതിനു പിന്നാലെ പശ്ചിമ ബംഗാളിൽ നിന്ന് നുഴഞ്ഞുകയറ്റക്കാരുടെ കൂട്ട ഒഴിഞ്ഞുപോക്കാണ് കാണാനായി സാധിക്കുന്നത്. കൂട്ടമായി ഇവർ ഒഴിഞ്ഞ് തങ്ങളുടെ ബംഗ്ലാദേശിലേക്ക്, തങ്ങളുടെ മാതൃരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലേക്ക് പോകുമ്പോൾ ചില ബംഗ്ലാദേശികൾ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഒഴിഞ്ഞു പോകാൻ തയ്യാറല്ലാത്ത ബംഗ്ലാദേശികൾ എന്താണ് ചെയ്യുന്നത്? അവർ ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും കർണാടകയിലേക്ക് അവർ കുടിയേറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴിതാ 20 lakh ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സ് ഇൻ കർണാടക എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് 20 ലക്ഷം ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാർ കർണാടകയിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് കേന്ദ്രം എടുത്തിരിക്കുന്നത്. മെനി ഹോൾഡിംഗ് ഫേക്ക് ആധാർസ് ആൻഡ് വോട്ടർ ഐഡീസ്, അതായത് ഒരുപാട് പേർ ഫേക്ക് ആധാറുകളും വോട്ടർ ഐഡികളുമായി കർണാടകയിൽ സുഭിക്ഷമായി ജീവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളവും റഡാറിലുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദേ ആർ എൻറ്ററിംഗ് വിയ ട്രെയിൻസ് ലൈക്ക് ഷാലിമാർ എക്സ്പ്രസ് ഫ്രം വെസ്റ്റ് ബംഗാൾ ആഫ്റ്റർ ക്രാക്ക് ഡൗൺ ആൻഡ് settling in Bangalore, Malnad and other regions for construction, plantation and vending jobs, claim Hindu groups. അതായത് ഇവർ ഷാലിമാർ എക്സ്പ്രസ്സിലാണ് അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് വരുന്നത്, വെസ്റ്റ് ബംഗാളിൽ നിന്നും. ഇവർ ബംഗളൂരു, മാൽനാട് എന്നിങ്ങനെയുള്ള റീജിയൻസിൽ കൺസ്ട്രക്ഷൻ, അതായത് ഈ വീട് പണി, പോരാത്തതിന് കൃഷിപ്പണി, അങ്ങനെയുള്ള പല ജോലികൾക്കുമായി ഇവർ വന്നു ചേരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഹബ്ബള്ളി പ്രൊട്ടക്ട്സ് ഡിമാൻഡ് സ്ട്രിക്ട് ചെക്സ്, റൈറ്റ്സ് ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻ ബൈ കർണാടക ഗവൺമെന്റ് എന്നുള്ളതാണ്. ഇതിനെതിരെ ഹബ്ബള്ളിയിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ നടന്നിരുന്നു ഹിന്ദു ഗ്രൂപ്പുകളുടെ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കർണാടക സർക്കാരിന് ഈ പ്രതിഷേധക്കാർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കർണാടക സർക്കാർ ഇവരെ കണ്ടെത്തണം, സുവേന്ദു അധികാരിയെ പോലെ ഇവരെ ഡിപ്പോർട്ട് ചെയ്യണമെന്നാണ് അവിടെയുള്ള ഹിന്ദു ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത്. എന്തായാലും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട നടപടിക്രമം എന്ന് പറയുന്നത്. പ്രതിഷേധം വ്യാപിപ്പിച്ച് ഈ 20 ലക്ഷം ബംഗ്ലാദേശികളെയും കണ്ടെത്തി അവരെല്ലാം തിരിച്ചയക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.